രായിമോലാളി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ചെണ്ടയുടെ അവസ്ഥയാണ്. വരുന്നവനും പോകുന്നവനും എല്ലാം കയറി കൊട്ടിയിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ബി.ജെ.പിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും മികച്ച ചെണ്ട രായിമോലാളിയാണ്. കാര്യമായിട്ട് തന്നെ എതിർപക്ഷങ്ങൾ ആ ചെണ്ട എടുത്തിട്ട് തിരിച്ചും മറിച്ചും കൊട്ടുന്നുണ്ട്. ഇതിനു പുറമെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയും കാര്യമായിട്ട് കയറി ഒന്ന് കൊട്ടിയിരിക്കുന്നത്. ഈ അടുത്ത ദിവസം കേരളത്തിലെ ബ്ലൂ പ്രിന്റ് വിദഗ്ധൻ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകത്തെ വെച്ചുകൊണ്ട് ഒരു ട്രോളാക്കി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ്. പിന്നെ മന്ത്രിമാരിൽ ട്രോളാൻ വിദഗ്ധൻ വി ശിവൻകുട്ടിയാണ്. എന്തിനും ഏതിനും ട്രോളാണ്. ആ നിലയ്ക്കാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് വല്ലാതെ വേദന പങ്കുവച്ച മുതലാളിയുടെ പഴയ വീഡിയോ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാമിൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ മികവിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തതുമായി ക്ലബ് ചെയ്ത് ഒരു ഗംഭീര സാധനം അങ്ങ് ആടിച്ച് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ദേ കണ്ടേ. ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഇതിൻ്റെ വീഴ്ചയും തകർന്നു കിടക്കുന്ന ഈ ഒരു സ്ഥിതിയും ഇത് ഒരു ഇലക്ഷൻ ഇഷ്യൂ ആയിട്ട് മാറും. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു റെസ്പെക്ട്ഫുൾ ഒരു റിക്വസ്റ്റാണ് മുഖ്യമന്ത്രിയോട്. ഇത് കുട്ടികളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ഈ പോളിറ്റിക്സ് കളിക്കരുത്. When you hear the word government school, what comes to your mind? I also had certain image. I've been to certain government schools, but look at this. This is a government school in Kerala. I couldn't stop saying wow as we entered this government school in Kerala. No offense, but many private schools in other parts of the country struggle to maintain this kind of international standards. Naturally, we were curious, what's the math behind this? So we were taken on a full school tour. It had robotics lab, well-equipped chemistry labs, high-tech classrooms, a proper playground. It didn't feel like a government school stereotype. You know what I mean. Later, we sat down with the principal who patiently answered all our questions. How CSR funds were mobilized by the MLA, how Kerala Infrastructure Investment Fund Board KIFBI supported its implementation, and how planning actually translated into execution. And oh, did I mention about the midday meals? We actually had them. It wasn't just for the namesake. It was proper food, a structured menu, hygiene standards were being maintained. So maybe the problem isn't always about the resources. It's also about the intent. And I'm so glad to see that Kerala government has used this resource at the right place. നമ്മൾ കൂടുതലൊന്നും ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതില്ല. ഇതുപോലുള്ള വായാടിത്തരങ്ങൾക്ക് ഈ നാട്ടിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് അതിൻ്റെ അടുത്ത് പോയി നിന്ന് കണ്ടതിന് ശേഷം നാട്ടുകാരോട് പറയുകയാണ്. മലയാളിയല്ല, ഒരു യൂട്യൂബറാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ കണ്ട് വിസ്മയിച്ചു പോയതിനു ശേഷം അവർ ഇംഗ്ലീഷിൽ ചെയ്തൊരു വീഡിയോ. ഇനിയിപ്പോൾ മുതലാളിക്ക് മലയാളം വേണ്ടത്ര അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ അത് കണ്ട് ബോധ്യപ്പെടട്ടെ എന്ന തരത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി ഇമാതിരി അഡാർ ട്രോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇത്രയും ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതാണ് വീഡിയോ. കാര്യം കേരളത്തിലെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മോശമാണെന്ന് പറയാൻ പരിശ്രമിക്കുമ്പോൾ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും രായിമോലാളിയുടെ കർണാടകയിൽ തുടങ്ങി രായിമോലാളിയുടെ വിശ്വഗുരുജി ഭരിക്കുന്ന രാജ്യത്ത് എവിടെയെങ്കിലും ഇങ്ങനെ വിദ്യാഭ്യാസ രംഗമുണ്ടോ എന്നൊന്ന് തുറന്നു കാട്ടിയാൽ വലിയ ഗുണമായിരുന്നു. ഡയലോഗ് അടിക്കുന്നതിന് പകരം നേരെ ഏത് സ്റ്റേറ്റിലാണ് ബി.ജെ.പി. മാറ്റം കൊണ്ടുവന്നത് അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ഈ മോഡലൊന്ന് ആക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടെന്ന് കരുതി അതിനകത്ത് കയറിയിരുന്ന് വെറുതെ ഡയലോഗ് അടിച്ച് വിട്ടാൽ ആ ഡയലോഗിന് ഇമാതിരിയുള്ള മറുപടി തന്നെ ഓരോരുത്തരും നൽകും. അതിന് ശിവൻകുട്ടി മുതലാളിക്ക് കൊടുത്ത മറുപടി ഇരുപ്പത് തന്നെ എന്ന് പറയേണ്ടി വരികയാണ്.